അല്ലല്ല, അത് ഞാൻ പറയില്ല, അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രിസഭയിൽ അധ്യക്ഷത വഹിച്ച ആളാണ് ഞാനിപ്പോ കരാറുകാരാണോ അല്ലെങ്കിൽ തുരങ്കപാതയാണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. എനിക്ക് പറയാൻ പാടില്ല. അത് തീർച്ചയായിട്ടും സാങ്കേതികവും നിയമപരവുമായിട്ടുള്ള അന്വേഷണം നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീരുമാനം വരട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഓരോ കാര്യത്തിലും നമ്മൾ മറുപടി പറയേണ്ടത്, ഓരോ കാര്യത്തിലും നമ്മൾ തീരുമാനം പറയേണ്ടത്. പക്ഷേ തീരുമാനം വന്നാൽ മാത്രം പോരാ, അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് കൂടി ഓരോ മന്ത്രിയുടെയും MLA യുടെയും ജനപ്രതിനിധിയുടെയും ചുമതലയാണ് എന്നുകൂടി ഇവർ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അതിവർ മനസ്സിലാക്കത്രത്തോളം കാലം ഈ കാര്യങ്ങളെല്ലാം ഒരു വൻ പരാജയമായിട്ട് തന്നെ പോകും എന്നുള്ളതാണ്. നോക്കൂ, ഈ ഒരു ദുരന്തം ഉണ്ടായ ആദ്യ മണിക്കൂറുകളിൽ ഇവരെന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കണം. ഇത് കേൾക്കൂ. നാളെ രാവിലെ തന്നെ അത് അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഇത് എന്നൊക്കെ പറഞ്ഞത്. അതല്ല, അത് നമുക്ക് ഞാൻ പറഞ്ഞിട്ട് അത് ഇപ്പോ അവര് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള 2 മന്ത്രിമാരെയാണ് നമ്മൾ അവിടെ അയച്ചത്. ആ ഉത്തരവാദിത്തോട് കൂടിയിട്ടുള്ള ആ ഒരു മന്ത്രി തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ എന്താ പറഞ്ഞെന്നൊക്കെ നമ്മളൊന്ന് കേൾക്കണം. ശരി. ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ മാധ്യമപ്രവർത്തകരോട് പറയും, നിങ്ങളത് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി പിന്നീട് പിറ്റേ ദിവസം അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. അവര് പ്രാഥമികമായിട്ട് ഇങ്ങനെയാണോ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷിക്കാതെ പറയുന്നതാണ് ഈ പ്രാഥമികമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുന്നത്? ഒരു ദുരന്തം നടന്ന സമയത്ത് നമ്മുടെ സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ പറഞ്ഞ് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നാ പറഞ്ഞേ. മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണെങ്കിൽ അതിൽ സിദ്ദിഖ് അടക്കം, VD സതീശനടക്കം, അവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും അതിൽ ഭാഗഭാക്കാണ് എന്നർത്ഥം. നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ ഈ ഭരണയന്ത്രത്തിന് എവിടേക്ക് എന്തൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്തോ അപ്പോഴങ്ങനെ ഒരു മനുഷ്യ നിർമ്മിത ദുരന്തം എന്ന് പറഞ്ഞ് ഈ ഒരു പ്രശ്നങ്ങൾ മുഴുവൻ ആ ഒരു കമ്പനിക്കാരെ നെഞ്ചത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയായിരുന്നു നമ്മുടെ സിദ്ദിഖ് അടക്കമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും ചെയ്യാൻ ശ്രമിച്ചത്. അതുതന്നെയായിരുന്നു VD സതീശനും ശ്രമിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പൊ ഒരു മെല്ലെ പിൻവാങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നോക്കി അലർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യെല്ലോ അലർട്ട് ആയിരുന്നു, പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷേ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. അവിടെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. കണ്ടില്ലേ? പുച്ഛഭാവത്തോടു കൂടിയിട്ട്, പുച്ഛഭാവത്തോടു കൂടിയിട്ട് മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി PWയുടെ അത് ചോദിച്ചു നോക്കിയേ. നോക്കൂ, മുന്നറിയിപ്പ് പറഞ്ഞിട്ട് നമ്മൾ വന്ന് ഇപ്പൊ ജൂലൈ 10 തുടങ്ങിയത് ഇതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, PWD അല്ല, കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPB ആക്കിയതാണ്. ഇതിന്റെ വർക്ക് അറേഞ്ച്മെന്റ് കൊങ്കണാണ്, എല്ലാ മേൽനോട്ടും കൊങ്കണാണ്. അല്ല, നമ്മളല്ല. PWDയുടെ മേലേക്ക് ചാരണ്ട, ഞമ്മളല്ല PWയുടെ മേത്തേക്ക് ചാരണ്ട, ഗവൺമെന്റ് മേത്തേക്ക് ചാരണ്ട. ഇവരൊക്കെ എങ്ങണ്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത്? നമ്മളെല്ലാരും കൂടിയിട്ട്, നിങ്ങളെല്ലാരും കൂടി ജയിപ്പിച്ചു വിട്ട ഇവരെല്ലാരും കൂടിയിട്ട് എവിടേക്കാണ് രക്ഷപ്പെടാൻ പോകുന്നത്? ജനങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഒരുമിച്ചിറങ്ങുകയല്ലേ എന്ന് പറഞ്ഞ പിണറായി വിജയനൊപ്പമുള്ള ആളുകളല്ലേ നമുക്ക് വേണ്ടത്? നോക്കൂ, ഇത്രയേറെ സമയം കഴിഞ്ഞിട്ടും ഈ നിമിഷമായിട്ടും എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്നൊരു വിവരം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? സിമ്പിൾ ചോദ്യമാണ്. മേപ്പാടി ദുരന്തം കഴിഞ്ഞതാ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ അടിയന്തര സിസ്റ്റത്തോട് നമുക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, അവർക്ക് ഉത്തരവുണ്ടാവില്ല, ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ രാഷ്ട്രീയപരമായിട്ടൊന്നും ഇതിന് ഇടപെടാൻ പറ്റുന്നില്ല. പക്ഷെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്താണ്? ഇതിൽ PWDയുള്ള ഉത്തരവാദിത്തം എന്താണ്? ഇനി PWDന് ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ അത് ആർക്കാണ് ഉത്തരവാദിത്തം? കൊങ്കൺ ടീമിനാണെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അവരെന്താ പുറത്തു വരാത്തത്? പൊതുമരാമത്ത് സെക്രട്ടറി ഒന്ന് പറയുന്നു, PWD മിനിസ്റ്റർ വേറെ ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, നമ്മുടെ വേറൊരു പൗരൻ നിലയ്ക്ക് മറ്റുള്ളവരെന്തൊക്കെ പറയുന്നു, സിദ്ദിഖ് ഒന്ന് പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രി വേറൊന്ന് പറയുന്നു. ഇതുവരെ എത്ര ആളുകൾ മരിച്ചു? ഞാൻ കൃത്യമായിട്ട് കണക്കാ ചോദിക്കുന്നത്. ഇതുവരെ എത്ര ആളുകൾ മരിച്ചു? ഇനി മണ്ണിന്റെ അടിയിൽ ആളുകളുണ്ടോ? എത്ര പേരായിരുന്നു അവിടെ ആ വർക്ക് സൈറ്റിൽ ഉണ്ടായിരുന്നത്? ഈ വിവരങ്ങൾ എന്തെങ്കിലും ഒന്ന്
നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? സിമ്പിൾ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇതൊരു വലിയ ചോദ്യമാണ്. ഒരാൾക്കും അറിയില്ല. ഇനി ഒരു പ്രതീക്ഷ എന്ന് നിലയ്ക്ക് ഞാൻ പറയട്ടെ, അത് ഇതാണ്. പിണറായി വിജയൻ നാളെ വയനാട് സന്ദർശിക്കാൻ നിൽക്കുന്നു. ഒരു പക്ഷേ നാളെ പിണറായി വിജയൻ വയനാട് സന്ദർശിച്ചതിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം ഒരു പക്ഷേ ഒരു ബൈറ്റ് തരാം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കാണാം. അപ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളായിരിക്കും വ്യക്തം സുവ്യക്തം. ബൈ.